ഇപ്പോൾ മമ്മൂക്ക, ലാല്, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ മലയാളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ആരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്? പേര് പറയാൻ ജഗതി ചേട്ടൻ്റെ കൂടെ ആണല്ലേ? പുള്ളിയുടെ കൂടെ നിൽക്കാൻ ഇച്ചിരി പണിയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിച്ച് നിൽക്കുകയും ചെയ്യുകയും ചെയ്യും. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ചില ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഇപ്പോൾ ഇവൻ ഷൈൻ ചെയ്യും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ ഒതുക്കാനുള്ളൊരു ശ്രമം ഷോട്ടിൻ്റെ ഇടയിൽ തന്നെ നമ്മളറിയാതെ ഡയറക്ടർക്ക് മനസ്സിലാവും. പക്ഷെ ചിലപ്പോൾ ഡയറക്ടർ കണ്ടില്ലാന്നടിക്കും. പക്ഷെ അങ്ങനെ ഒതുക്കിയിട്ടുള്ള ഏതെങ്കിലും ഷോട്ട് ഓർമ്മയിലുണ്ടോ ആർട്ടിസ്റ്റുകൾ നിന്നിട്ട്? തുടക്കത്തിലേക്ക് അത് നമ്മൾ പറയണ്ട, തുടക്കത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? പിന്നെ നമ്മൾ ഒതുക്കിയിട്ടുണ്ടോ? ഇന്ദ്രൻസ് ആരെങ്കിലും ഒതുക്കാൻ ശ്രമിച്ചില്ല? ഇവൻ അങ്ങനെ ഷൈൻ ചെയ്യേണ്ടത്? അഭിനയിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ട് അഭിനയിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഏതെങ്കിലും നടന്മാരോ അല്ലെങ്കിൽ നടികളോ ഉണ്ടോ മലയാളത്തിൽ? കൂടുതലും മൗസാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ അപൂർവമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. നസീർ സാറിന് ഡ്രസ്സ് തയ്ച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ സാറിനോട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അല്ലേ? അതിനുമുമ്പ് അദ്ദേഹം നമ്മൾ കൂടെ അഭിനയിച്ച കുറേ സഹപ്രവർത്തകർ, നടന്മാർ, നടികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ വലിയൊരു മനുഷ്യനുണ്ട് കൂടെ അഭിനയിച്ചിട്ടുള്ള, കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാണ്ട് എനിക്കോട് കോസ്റ്റ്യൂമറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ബാലേട്ടൻ എന്നാൽ ബാലേട്ടൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. ബാലേട്ടനൊക്കെ പ്രിൻസിപ്പളുകൾ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ബാലേട്ടനൊക്കെയാണ് അതിൻ്റെ ഷായി സാറിൻ്റെയൊക്കെ പടമല്ലേ, അതിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. പക്ഷേ ഈ ബാലേട്ടനൊരു അടുക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. ഇത്ര വലിയ ശരീരം അതിൻ്റെ തന്നെ സെറ്റിൽ എന്തോ ദേഷ്യം വന്നിട്ട് ഒരു പാത്രം എടുത്ത് രാജേട്ടൻ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് എറിഞ്ഞളഞ്ഞു. ഒരു കഷ്ണം മീൻ അതിനകത്തായിപ്പോയി. അത് ചുരുണ്ട് പയ്യന്മാരെ നിവർത്താൻ പാടുകിടന്ന് കണ്ടിട്ടുണ്ട്. മീൻ അതിനെല്ലാം പുറത്തെടുക്കാൻ. അപ്പം അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന നമ്മൾ ചേട്ടതാണ് ഭയങ്കര സ്നേഹമാണ്. അപ്പം പത്മനാഭൻ്റെ കൂടെ പടമൊക്കെ ചെയ്യുമ്പോഴും ബാലേട്ടൻ കാണും, വലിയ സ്നേഹമാണ്. വലിയൊരു ശരീരമുള്ള നല്ല മനുഷ്യൻ, ഇതേപോലെ മെലിഞ്ഞ ഇന്ദ്രൻസും നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. മതിലൊക്കെ മറിച്ച് കളഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഒരു മതിൽ പിടിച്ച് ഇരുന്നിട്ട് ബാലേട്ടൻ കാലി പിടിച്ചുള്ളൂ. അവിടെ നിന്ന് അവർ കട്ട് പറയാത്തോണ്ട് ബാലേട്ടൻ വലിയ അവസാനം മതിലും കൊണ്ടാണ് ഞാൻ പോയത് ശരിക്കും പടത്തിൽ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓർമ്മകളും രസകരമായ അനുഭവങ്ങളും ബാലേട്ടനും പറയാനുണ്ടായിരിക്കും. ബാലേട്ടൻ സമാഗമത്തിൽ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കൂടി ക്ഷണിക്കാം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും നടനുമായ ശ്രീ NL ബാലകൃഷ്ണൻ. ബാലേട്ട സമാഗമത്തിൽ നമ്മൾ വീണ്ടും കണ്ടുപിട്ടിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ബാലേട്ടൻ്റെ സമാഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ബാലേട്ടൻ്റെ ഒരുപാട് അനുഭവങ്ങളൊക്കെ പറഞ്ഞാണ്. ആ കൂട്ടത്തിൽ എവിടെയോ ഇന്ദ്രൻസും വന്നു പോയിട്ടുണ്ടാവും ആ അനുഭവങ്ങളിൽ. ഇങ്ങനെ വലിയൊരു ശരീരമുള്ള ബാലേട്ടനും വളരെ ചെറിയ ശരീരമുള്ള ഇന്ദ്രൻസും നിങ്ങൾ തമ്മിൽ എങ്ങനെ സുഹൃത്തുക്കളായി? അത് എന്നെക്കുറിച്ച് ഏറ്റവും വലിയ കോമഡി പറഞ്ഞിട്ടുള്ള ഈ ലോകത്ത്, ഈ സിനിമാ ഫീൽഡിലല്ല, ഔട്ടർ ഫീൽഡിലായാലും അരവിന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡയറി കുറിപ്പ് നല്ല ഡയറിയാണ്, പക്ഷെ അതിനകത്ത് കള്ളിൻ്റെ എപ്പിസോഡ് പോയാൽ പിന്നെ ഡയറി ഇല്ലാതെ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഇന്ദ്രൻ എന്നെക്കുറിച്ച് പറഞ്ഞ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്ദ്രൻ്റെ കടയിലാണ്, പണ്ടൊരു കൊച്ചു കടയായിരുന്നു, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ എതിരെ ഇവിടെ ഒരു വിറക് കടയുണ്ട്, വലിയ വിറക് കട, അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചു കട. അപ്പോൾ അന്ന് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും കാസം വരിയുന്നതും എല്ലാം നോൺമാൻ ആർമിയാണ് പുള്ളി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഒരു കോമഡി പറഞ്ഞ്, ഞാൻ അവിടെയാണ് തയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ ജൂബ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വലിയൊരു കട്ടിങ് മേശയുണ്ട്. ഒന്നീ സെൻട്രൽ സ്റ്റേഡിയം, അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്താണ് എൻ്റെ ജൂബ കൊണ്ടിട്ട് വെട്ടണത്. ഇങ്ങനെ നടന്നാണ് വെട്ടണത്. അപ്പോൾ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു കോമഡി ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊരു 10-20 പടം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, പുള്ളി പിന്നെ കോസ്റ്റ്യൂമറും ഞാൻ പിന്നെ സ്റ്റില്ലും. അത് പാദമുദ്ര. ആ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമ, 10-20 അതിൽ കൂടുതൽ. അപ്പോൾ പുള്ളി അന്ന് മെഷീനൊക്കെ കൊണ്ടുവരും, ലൊക്കേഷനിൽ കൊണ്ടുവരും. അങ്ങനെ പിന്നെ ഞങ്ങൾ വേറൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഉറങ്ങി കിടക്കുന്ന നിശ്ചലം. അതാണ് ഏറ്റവും ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ളൊരു കോമഡി.
പിന്നെ ധനം എന്ന് പറഞ്ഞ പടം ഞാൻ ഞാൻ അഭിനയിക്കേണ്ട എനിക്ക് സ്റ്റില്ലും തരാമെന്ന് പറഞ്ഞ പടമാണ്. അതും പുള്ളി അതിൽ അഭിനയിച്ചിട്ടുണ്ട്, ധനം. സിബിയുടെ പടത്തിൽ കൽക്കട്ടയിൽ വെച്ച് ലാൽ പറഞ്ഞു ആ ബാലേട്ടൻ അടുത്ത പടം സ്റ്റില്ല് ധനമാണ്, വൈശാലി രവീന്ദ്രേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. പക്ഷെ അയ്യായില്ലായിരുന്നു, പക്ഷേ പുള്ളി ഉണ്ടായിരുന്നു, അതിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുമിച്ച് രണ്ടുപേരും ഈ പറഞ്ഞ ടെക്നീഷ്യൻസ് ആയിരുന്ന രണ്ടുപേരും നടന്മാരായി അല്ലേ, ക്യാമറയ്ക്ക് മുമ്പിലെത്തി. അതൊരു നിയോഗമാണ് അല്ലേ. ബാലമന്ത്രിയൊക്കെ വളരെ നല്ല, അതും കോസ്റ്റ്യൂമർ ഇന്ദ്രനായിരുന്നു. ഇപ്പോൾ സിനിമയിൽ അല്ലെങ്കിൽ പോലും ഇപ്പോൾ പണ്ട് സ്റ്റിച്ച് ചെയ്ത് ജുബയൊക്കെ സ്റ്റിച്ച് ചെയ്തെന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എങ്ങാനും വല്ല സ്റ്റിച്ച് ചെയ്യാനോ എന്തിനേലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇത് സ്റ്റിച്ച് ചെയ്തത് ഇന്ദ്രൻ്റെ, ഇത് ഞാൻ ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. ഇപ്പോഴും പേരുകൊണ്ട് ഇന്ദ്രൻസിന്റെ അല്ലേ. ഞാൻ ഇടയ്ക്ക് പറയും അണ്ണം കൊണ്ടുള്ള കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം, അണ്ണയുടെ തലയടിച്ചിട്ട് പോയിക്കളയുന്നൊക്കെ സ്റ്റേഡിയത്തിൽ തന്നെ കൊണ്ടിട്ട് കെട്ടണം അല്ലേ. അവന്മാരെ വരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അണ്ണൻ്റെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. അപ്പൊ എന്തായാലും ഈ സമാഗമം ധന്യമാക്കി ഇപ്പൊ ബാലേട്ടന്റെ സാന്നിധ്യം. അപ്പൊ വളരെ നന്ദിയുണ്ട് കേട്ടോ.